നനവില്ലേ? ഹായ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ് ആൽമാട്ടിയിൽ. ഇന്നലെ മഞ്ഞൊക്കെ കൊണ്ടതുകൊണ്ട് ഇന്ന് എനിക്ക് വയ്യ, നല്ല ജലദോഷം പനി ഉണ്ടായിരുന്നു. പിന്നെ ടാബ്ലറ്റൊക്കെ കഴിച്ചുകൊണ്ട് പനി ഇപ്പം കുഴപ്പമില്ല, എന്നാലും തൊണ്ടവേദനയും ജലദോഷമൊക്കെ നല്ലതുപോലെ ഉണ്ട്. അങ്ങനെ ഇന്ന് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോവാണ്. ഇപ്പം ഡിസൈഡ് ചെയ്തില്ല എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. നോക്കണം, പുറത്തിറങ്ങിയിട്ട് ഇനി നോക്കിയിട്ട് പോകണം. പിന്നെ ഇപ്പം ഞങ്ങൾ ഡയറക്റ്റായിട്ട് പോകുന്നത് നാളെ ഒരു 1 ഡേ ടൂറുണ്ട്. അപ്പോൾ അതിൻ്റെ ബുക്കിംഗ് ചെയ്യാനുണ്ട്. അത് നമുക്ക് വന്ന ദിവസം രാത്രിയായിരുന്നു. അപ്പോൾ 2 ഡേയ്സ് ആയിരുന്നു. രാത്രി പോയിട്ട് നെക്സ്റ്റ് ഡേ അവിടെ സ്റ്റേ ചെയ്യണം. പിന്നെ അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത്. അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മൾ ബുക്ക് ചെയ്തായിരുന്നു, ക്യാഷ് പേ ചെയ്തില്ലായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ഇനിയിപ്പം വന്ന ക്ഷീണത്തിൽ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. പിന്നെ അതുമല്ലാതെ അന്ന് നമ്മൾ പുറത്തൊക്കെ കറങ്ങിയല്ല, അപ്പോൾ ഉറക്കം ഇല്ലാതെ പാടായിരിക്കും. പിന്നെ സീസൂനും ഉറങ്ങാത്തതുകൊണ്ട് ഭയങ്കര പ്രശ്നമായിരിക്കും എന്നിട്ട് ഞങ്ങളത് ക്യാൻസൽ ചെയ്തത്. 2 ഡേ ട്രിപ്പ് വേണ്ട, 1 ഡേ പോവാന്ന് പറഞ്ഞിട്ട്. അത് ഇന്നലെ പോകണ്ടായിരുന്നു, ഇന്നലെയും പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞങ്ങൾ അതിന് പോവാത്ത എന്തായാലും നന്നായി. അതുകൊണ്ട് നമ്മൾ ഇന്നലെ സ്നോഫോൾ ഉള്ളത് കണ്ട്. ഇനിയിപ്പം നമ്മൾ അവിടെ പോയിട്ട് നാളേക്കുള്ളത് ബുക്ക് ചെയ്യണം. അങ്ങനെ ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പോവാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് അവിടെ പോയിട്ട് കാണാം. നല്ലപോലെ ഇരുന്നിട്ട് ചോക്ലേറ്റ് കഴിക്കും. ഇവിടെയൊക്കെ ഉണ്ടാവും. ഇനി ഞാൻ ഐസ് ഇതുവരെ പോയിട്ടില്ല ഇന്നലത്തെ. ഇനിയിപ്പോൾ ഇവിടെ നടക്കാൻ ഭയങ്കര ഡേഞ്ചറായത് എന്താ വെച്ചാൽ നല്ല ഇതുപോലെ തെന്നുന്നു. അപ്പോൾ തഴപ്പാൻ എന്തായാലും ചാൻസ് ഉണ്ട്. അങ്ങനെ ഇപ്പം കുറച്ച് സമയം സിസുവിനെ ഇതിൽ കളിപ്പിക്കാൻ വേണ്ടിട്ട് വന്നേ. അവന് ഊഞ്ഞാലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടിപ്പം നമ്മളിവിടെ കുറച്ച് സമയം അവിടെ കളിപ്പിച്ചിട്ട് പിന്നെ ഇപ്പം പോകും. നനവില്ലേ? നനഞ്ഞിട്ടില്ലേ? ഉണങ്ങിയിരിക്കണേ. ഇപ്പോ എന്ത് ഐസൊക്കെ എന്ത് കല്ല് പോലെ തണുപ്പ് കൊണ്ട് ഇതായിട്ടില്ല. ഇവിടൊക്കെ എന്ത് കല്ല് പോലെ ആയിട്ടുണ്ട്. കണ്ട കുടിയാത്ത അങ്ങനെ കല്ല് പോലെ ഉണ്ട്. എങ്ങോട്ട് നോക്കിക്കാ പൊന്നെ. താത്തേ ഇവിടെ നടക്കാൻ പറ്റത്തില്ല, താഴെ വീണുവേ. ഐസ് പോലെ ഇരിക്കുന്നു. ഒരു മിനിറ്റ്. ഇപ്പൊ നമ്മള് ക്യാബ് കയറിയിട്ട് അങ്ങോട്ട് പോവാ. ഇവിടുന്ന് ഒരു 7 മിനിറ്റ് ഉണ്ട്. അപ്പം നമ്മൾ ക്യാബിൽ പോകണം. നടന്നു പോകാൻ പറ്റും, പക്ഷേ ഈ തണുപ്പത്ത് നടന്നു പോകാൻ പറ്റത്തില്ല. അടുത്താ, എന്നാലും ക്യാബിൽ പോകാന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ ക്യാബിലാണ് പോകുന്നത്. ഞങ്ങൾ ഈ ആപ്പിലൂടെയാണ് ക്യാബ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പേര് യാൻഡെക്സ് ഗോ എന്ന് പറയുന്നത്. അതുമല്ലാതെ വേറെയും കുറേ ആപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പം ക്യാബ് കൂടുതലും ബുക്ക് ചെയ്തിട്ടുള്ളത് ഈ ആപ്പിലൂടെയാണ്. If you'll give them fine, but please tell them. Yes, I will tell him. And I will watch you on voucher. നമ്മളങ്ങനെ ബുക്കൊക്കെ ചെയ്തു. നമുക്ക് നാളെ ആൾക്കാർ കുറവായതുകൊണ്ട് ഇവർ നാളത്തെ ടൂർ ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്കിപ്പോൾ ഡേറ്റ് കിട്ടിയിട്ടുള്ളത് മറ്റന്നാളാണ്. 6 മണിക്ക് അവർ പിക്ക് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ 6 മണിക്ക് നമ്മൾ എണീറ്റ് റെഡിയാകാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണം. രാവിലെ എണീച്ചിട്ട് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടെ 12:30 ആയെന്ന് തോന്നുന്നു. ഇവിടെ പിന്നെ രാവിലെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഇത് വെളിച്ചം വരുന്നതൊക്കെ. ഞാൻ ഇന്ന് രാവിലെ 7 മണിക്ക് എണീറ്റായിരുന്നു. പക്ഷേ 7 മണിക്ക് 8 മണിക്കൊന്നും ലൈറ്റ് ഇല്ലായിരുന്നു. ഫുള്ള് രാത്രി പോലെയായിരുന്നു, മൊത്തത്തിൽ ഇരുട്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ കിടന്നുറങ്ങിയിട്ട് 10-10:30 എണീറ്റ്. അങ്ങനെ ഇപ്പം എല്ലാം ഫ്രഷൊക്കെ ആയിട്ട് റെഡി ആയിട്ട് ഇറങ്ങുമ്പോൾ 12 മണി കഴിഞ്ഞായിരുന്നു. പിന്നെ ഇപ്പം 12:45 തോന്നുന്നു. അങ്ങനെ ഇനിയിപ്പം എന്തെങ്കിലും കഴിക്കണം, ബ്രഞ്ചായി കഴിക്കണം. രാവിലത്തെ ഉച്ചക്കത്തെ ആയിട്ട്
നല്ലതുപോലെ ഇവിടുന്ന് കഴിക്കണം. അങ്ങനെ ഇപ്പോൾ ഹോട്ടൽ നോക്കിക്കൊണ്ട് നടക്കും. തണുപ്പ് തണുക്കൂ. മുള്ളാണത്. ഇന്ന് -6 ആണ്. ഭയങ്കര തണുപ്പ് ഇന്ന്. നല്ല തണുപ്പുണ്ട്. മഞ്ഞില്ലെന്നേ ഉള്ളൂ. മഞ്ഞ് സ്നോ ഫോളില്ലെന്നേ ഉള്ളൂ. അല്ലാതെ ഇന്നലത്തേക്ക് അങ്ങനെ തന്നെ അവിടെ കിടക്കുന്നുണ്ട്. അതുമല്ലാതെ നല്ല തണുപ്പുണ്ട്. -6. എനിക്കിന്ന് വയ്യാത്തത് കൊണ്ട് ഒട്ടും വയ്യ. ഈ തണുപ്പ് സഹിക്കാനേ പറ്റുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ട്. ഞങ്ങളിപ്പം കസാഖിസ്ഥാനിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നവാത്ത് എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റിലോട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഇത് ഫേമസ് ആയിട്ടുള്ളത് ഹോഴ്സ് മീറ്റും പിന്നെ അതുപോലെ തന്നെ ഹോഴ്സിൻ്റെ മിൽക്കും കിട്ടും. ഇവരിവിടെ കോംപ്ലിമെൻ്ററി ആയിട്ട് ഹോഴ്സിൻ്റെ മിൽക്കാണ് തരുന്നത്. പിന്നെ അതുമല്ലാതെ ഹോഴ്സിൻ്റെ മീറ്റ് കസാഖിസ്ഥാനിൽ ഭയങ്കര ഫേമസ് ആണ്. എവിടെ പോയാലും നമുക്ക് ഹോഴ്സിൻ്റെ മീറ്റ് കിട്ടും. അവർ കൂടുതലും യൂസ് ചെയ്യുന്ന ഒരു മീറ്റാണ് ഇവിടെ കസാഖിസ്ഥാനിൽ. അതുമല്ലാതെ ഈ നവാത്ത് എന്ന് പറയുന്നിടത്ത് കൂടുതലും കസാഖ് ഫുഡാണുള്ളത്. അങ്ങനെ അതും കൂടി നമ്മൾ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഈ നവാത്തിലോട്ട് വന്നത്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടാണ് വന്നത്. നമ്മുടെ റൂമിൽ നിന്ന് കുറേ വരാനുണ്ട് ഈ ഹോട്ടലിലോട്ട്. നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഡയറക്റ്റായിട്ട് തൊട്ടടുത്തുള്ളൊരു മോളിലോട്ട് വിട്ടു. ഇത് ഭയങ്കര വലിയ മോളാണ്, അൽമാട്ടിയിലെ ഏറ്റവും വലിയ മോള്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഈ മോളിലോട്ടൊന്ന് പോകണമെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ നമുക്കറിയത്തില്ലായിരുന്നു ഇത് ഈ നവാത്തിനടുത്തായി മോള് വരുന്നതെന്ന്. ഇപ്പോൾ നമ്മൾ ഇവിടത്തേക്ക് ക്യാബ് ബുക്ക് ചെയ്ത് വന്നപ്പം തൊട്ടടുത്തായിരുന്നു. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നമ്മളെന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, അപ്പോൾ ഈ മോളും കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മോളിലോട്ട് കയറിയതാണ്. പിന്നെ ഇവിടെ എവിടെയും കൂടുതൽ ആൾക്കാരോ ക്രൗഡോ അങ്ങനെയൊന്നുമില്ല. ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. ഭയങ്കര ആൾക്കാരൊക്കെ കുറവായിരുന്നു. ബർഗർ കിങ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് ഭയങ്കര തണുപ്പ്, ഒരു രക്ഷയില്ല. നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, അത്രയും തണുപ്പ്. ഭയങ്കര പാട്. രാവിലെ ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഭയങ്കര തണുപ്പ് കൊണ്ട് സഹിക്കാൻ വയ്യ. ഒന്നാമത് എനിക്ക് വയ്യാത്തതുകൊണ്ട് അതിനേക്കാളും പാട്. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നല്ല മഞ്ഞായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇറങ്ങി നടക്കാനൊക്കെ. പക്ഷേ ഇന്ന് നമുക്ക് ഇപ്പം ചൂടായിട്ടിരിക്കണമെങ്കിൽ എവിടെയെങ്കിലും കടയുടെ അകത്തോ അല്ലെങ്കിൽ മോളിൻ്റെ അകത്തോട്ടോ എങ്ങാനും പോകണം. പുറത്തിറങ്ങിയ അപ്പം തണുപ്പാണ്, സഹിക്കാൻ പറ്റാത്ത തണുപ്പ്. പിന്നെ ക്യാബിൻ്റെ അകത്തൊക്കെ കയറിയാൽ നല്ല സുഖമാണ്, നല്ല ചൂടൊക്കെയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ പൈസ പോകുന്നത് ക്യാബിനാണ്. ഇവിടെ ക്യാബിന് 1200. നമ്മുടെ ഇന്ത്യൻ മണി 1 രൂപയെങ്കിൽ ഇവിടുത്തെ 5.5 തെങ്കെന്ന് തോന്നുന്നു, അങ്ങനെയാണ് വരുന്നത്. ഡോളറിന് നല്ല വാല്യൂ ഉണ്ട്. ഡോളറിന് പിന്നെ നമ്മളെവിടെ കൊടുത്താലും നല്ല വാല്യൂ ആണല്ലോ. നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ നമ്മൾ ഡോളറിലോട്ട് മാറ്റിയിട്ടാണ് വന്നത്. അതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ ഡോളർ കൊടുക്കുമ്പോൾ നമ്മൾ 100 ഡോളറായിട്ടാണ് മാറുന്നത്. അപ്പോൾ നമുക്ക് ആ ദിവസത്തെ വാല്യൂവിനനുസരിച്ചിട്ട് നമുക്കത് കിട്ടും. ഇന്ന് കൊടുത്തിട്ട് 46,000 തെങ്ക അങ്ങനെ കിട്ടിയത്. ഇതുകൊണ്ടോ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഇവിടത്തേക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ക്രിസ്മസ് ഡെക്കറേഷന് മറ്റേ ട്രീ വാങ്ങിക്കണമെന്നില്ല. ഇവിടുത്തെ എല്ലാ ട്രീയും അതുപോലെയാണ്. ജസ്റ്റ് അതിൻ്റെ മേളിൽ ലൈറ്റ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അത്രയും അടിപൊളിയായിട്ടുണ്ട്. ആ മരത്തിൻ്റെ മേളിൽ കണ്ടോ മഞ്ഞൊക്കെ നിന്നിട്ട് ഭയങ്കര അടിപൊളിയാണ്, നല്ല രസമാണ്. പക്ഷെ ഇന്നെനിക്ക് വയ്യാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ഇന്നലൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ മഞ്ഞത്ത്, അത്രയും മഞ്ഞത്ത് ഞാൻ കളിച്ചിട്ടൊന്നും കുഴപ്പമില്ല. ഇന്ന് വയ്യാത്തതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ഭയങ്കര തണുപ്പടിക്കുന്നത്. ഞങ്ങളങ്ങനെ ഇപ്പോൾ ഇവിടെ അടുത്തൊരു മോളുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് വന്നത്, നവാത്ത് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ. അവിടെ ഹോഴ്സ് മീറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അത് കഴിക്കാനാണ് പറഞ്ഞത്. റൈസായിട്ടാണ് അത് കിട്ടുന്നത്.
പിന്നെ നമ്മൾ അവിടെ ആദ്യം കയറുമ്പോൾ തന്നെ അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് മറ്റേ എന്തുവാ ഹോഴ്സിൻ്റെ മിൽക്കാണ് തരുന്നത്. അയ്യോ അത് ഭയങ്കര പുളിയാണ് കുടിക്കും. നമ്മളിതുവരെ ട്രൈ ചെയ്യാത്തതുകൊണ്ടെന്ന് തോന്നുന്നു. എനിക്കത്ര വലിയായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതുപോലെ ഹോഴ്സ് മീറ്റ് നല്ല രസമായിരുന്നു. നമുക്കങ്ങനെ ഒരു വേറൊരു ടേസ്റ്റൊന്നും തോന്നത്തില്ല, നല്ലതായിരുന്നു. അത് 2 പീസേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ ബീഫും പിന്നെ ഹോഴ്സ് മീറ്റും ഇതായിട്ടുള്ള മിക്സ് ആയിട്ടുള്ളതാണ് വാങ്ങിച്ചത്. റൈസ് അത് നല്ല ടേസ്റ്റായിരുന്നു. നമുക്കങ്ങനെ വലിയ കുഴപ്പമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. മഞ്ഞല്ല വേറെ ഭയങ്കര ഇതായിരിക്കുന്നല്ലേ, കൂടിയിട്ടല്ലേ. അങ്ങനെ ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫസ്റ്റ് പ്രസിഡൻസ് പാർക്കിലോട്ടാണ് ഇപ്പം പോകുന്നത്. അവിടെ ഇന്നലെ പോകണമെന്ന് വിചാരിച്ചത്, പറ്റിയില്ല. അപ്പോൾ ഇന്ന് പിന്നെ ഞങ്ങൾ രാവിലെ കുറേ സമയം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് തന്നെ സമയം കളഞ്ഞ്. അങ്ങനെ ഇപ്പം ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മളിപ്പം പാർക്കിലോട്ട് പോകാൻ പോകുന്നത്. അതാ മറ്റേ പ്രസിഡൻസ് പാർക്കോ. അങ്ങനെ ഇപ്പം ഞങ്ങൾ ഫസ്റ്റ് പ്രസിഡൻസ് പാർക്കിലെത്തി. ഇവിടെ പോകുമ്പോൾ ഒരു കോഫി ഇതാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു കോഫി വാങ്ങിച്ചിട്ട് പോകാൻ ഭയങ്കര തണുപ്പല്ല. അപ്പോൾ കോഫി കുടിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കോഫി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കായിരുന്നു. അയാൾക്കൊന്നും പറയാൻ. പിന്നെ ഇവിടുത്തെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചെങ്കിൽ ഞങ്ങൾ എന്ത് ചോദിച്ചാലും ആർക്കും അറിയത്തില്ല, അവർക്ക് ആർക്കും ഇംഗ്ലീഷ് അറിയത്തില്ല. ഓ നല്ല അടിപൊളി കോഫി, നല്ല തണുപ്പിന് ഈ കോഫി കുടിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ടേസ്റ്റിനേക്കാളും നല്ല തൊണ്ടയ്ക്ക് നല്ല സമാധാനമാണ്. എനിക്ക് തൊണ്ടവേദന ആയതുകൊണ്ട് എല്ലാം നമ്മളെവിടെ പോയാലും എല്ലായിടത്തും തണുപ്പും മഞ്ഞും മാത്രമേ ഉള്ളൂ. ചിച്ചു ഇങ്ങോട്ട് നോക്കിക്ക പൊന്ന് ചിച്ചുമ്മ. മേളിൽ പോവാം ബാ. ചിച്ചു ഇഷ്ടപ്പെട്ടാ? അകത്തോട്ട് പോവാ. അങ്ങോട്ടോ കൈ പിടിച്ചോ, പാടാടാനെ കൈ പിടിച്ചോ. കൈ പിടിച്ചോ, വാ അവിടെ പോവാ. കാണിച്ചോ താടി വെക്കണോ? വാ അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ട്. ഇതാണ് പ്രസിഡൻസ് പാർക്കിൻ്റെ അകത്തുള്ള വ്യൂ. പിന്നെ ഈ പാർക്കിനെ പറയുന്നത് ഫസ്റ്റ് പ്രസിഡൻസ് പാർക്ക് എന്നാണ്. അതുപോലെ തന്നെ ഇത് മൊത്തത്തിൽ 150 ഏക്കറുണ്ട്. അതിൽ കൂടുതലും ഇങ്ങനെ കുറേ കളിക്കാനുള്ള ആക്ടിവിറ്റീസും അതുപോലെ തന്നെ കുറേ സംഭവമുണ്ട് ഈ പാർക്കിൻ്റെ അകത്ത്. പിന്നെ നമുക്ക് നടന്നു പോയിട്ട് കാണാനൊന്നും പറ്റത്തില്ല, ഭയങ്കര വലിയ പാർക്ക് ഇത്, കുറേ നടക്കാനുണ്ട്. ഞങ്ങൾ ഫുള്ള് നടന്ന് കണ്ടിട്ടൊന്നുമില്ല, നമുക്ക് പറ്റുന്നത് വരെ കുറച്ച് നമ്മൾ നടന്നു. പിന്നെ പാർക്ക് ഉണ്ടായിരുന്നു, അവിടെ കുറച്ച് സമയം ജിസുവിനെ കളിപ്പിച്ചു. പിന്നെ ഇതെന്താ വെച്ചെങ്കിൽ മിക്ക പാർക്കും അൽമാട്ടിയിൽ ഇപ്പം വിൻ്റർ ആയതുകൊണ്ട് മിക്ക പാർക്കും അതുപോലെ തന്നെ ആക്ടിവിറ്റീസിലെ എല്ലാ കാര്യങ്ങളും ഇപ്പം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
മൊത്തം ഐസാണ് കാണാനുള്ളത്. ഇത് ഭയങ്കര വലിയ പാർക്കെന്ന് തോന്നുന്നു. എല്ലാം ഇപ്പം ഐസും ഉണ്ട്, നിറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നും കാണാനില്ല ഈ ഐസ് അല്ലാതെ. ഇവിടെ ഇപ്പോൾ എവിടെ പോയാലും ഐസ് മാത്രമേ കാണാനുള്ളൂ. പിന്നെ ഒരു ഇതും കാണുന്നില്ല, ഒരു വ്യൂ സ്ഥലത്തിനെ കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. ഓ വാ വാ. ഇവിടെ ഒരു പാർക്കുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോവാന്ന്. ജിസു ആണെങ്കിൽ ഫുള്ള് മഞ്ഞിലിറങ്ങി നടക്കും. പിന്നെ കുറച്ച് സമയം അവിടെ അവനെ കൊണ്ടുപോയി കളിപ്പിച്ചിട്ട് പോകാന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ അങ്ങോട്ട് പോവാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.